പിണറായി സർക്കാർ ദുർഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സമരക്കോലം സംഘടിപ്പിച്ചു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി നിർവഹിച്ചു. പിണറായിയുടെ കോലം കാലിച്ചാക്കുകൊണ്ട് മൂടിക്കൊണ്ടായിരുന്നു പ്രതീകാത്മക സമരം. ആകെ ഒന്ന് ഹരിച്ചു നോക്കിയാൽ കേവലം 232 രൂപയാണ് ഒരു ദിവസം വേതനമായിട്ട് ഈ പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ലഭ്യമാകുന്നത്. എന്നിട്ടാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു 25,000 രൂപ ഹോണറേറിയം നൽകണമെന്ന്. ആ ഹോണറേറിയം നൽകണമെന്ന് പറഞ്ഞ് അവർ സമരം നടത്തി. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ ജീവനക്കാർക്കും, അത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാകട്ടെ, ഇനി സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാകട്ടെ, അർദ്ധ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാകട്ടെ, പൊതു മേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ റിട്ടയർമെന്റ് ചെയ്തു പോകുന്ന സമയത്ത് അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഉണ്ട്, ഗ്രാറ്റുവിറ്റി കിട്ടാറുണ്ട്. എന്നാൽ 365 ദിവസവും ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കൂടെ ചേർന്ന് നിന്ന് സഞ്ചരിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഒരു റിട്ടയർമെന്റ് ആനുകൂല്യമില്ല. അവര് പറഞ്ഞെന്താണ്, ഞങ്ങളുടെ വേതനം ഒരു 25,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നല്ലൂർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പി നസീർ, അൽത്തഫ് മാങ്ങാടൻ, സൈനുൽ ആബിദ്, SK നൌഷാദ്, ഷംസീർ മയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.